ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു, ലൈവ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു, ലൈവിലിടാമെന്ന് വിചാരിച്ചേട്ടാ. ഒന്നുമില്ല, രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ബീഫ് വരട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ലൈവ് ഇടാന്ന്, എനിക്ക് ലൈവ് കുറച്ച് സമയം ഓപ്പൺ ആക്കി. പിന്നെ അത് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച്, കാരണം നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ലൈവായിട്ട് പോകുമ്പം എന്തെങ്കിലും കട്ട് ചെയ്യേണ്ട വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അപ്പോൾ നമ്മൾ ബീഫൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുറിച്ചതുണ്ട്, ബാക്കി മുറിക്കാത്ത ബീഫുണ്ട്. പിന്നെ കട്ട് ചെയ്യാത്തതുണ്ട്, പിന്നെ കട്ട് ചെയ്തതുണ്ട്. അപ്പം ഫസ്റ്റ് കട്ട് ചെയ്യാത്തതൊന്ന് ആദ്യം കട്ട് ചെയ്യട്ടെട്ടാ. അപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഹലോ, അപ്പം നമ്മളിതാ ബീഫൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ ആദ്യം വന്നിട്ട് മറന്നുപോയി, ഉള്ളിയും തക്കാളിയും മറന്നുപോയി കേട്ടോ. ഞാനെല്ലാം സെറ്റാക്കി വെച്ച് ഇടാൻ പോകുമ്പോഴാണ് ഓട്ടത് ഉള്ളിയും തക്കാളിയൊന്നും മുറിച്ചിട്ടില്ലല്ലോ. അപ്പം ഉള്ളി മുറിച്ചിട്ട് ഒരു ഉറക്കെടുത്തൊന്ന് എഴുന്നേറ്റ പോലെയാണ് ഇപ്പോൾ ഉള്ളത്, കണ്ണൊക്കെ ആകെ നിറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ ആദ്യം ബീഫും ഇതെല്ലാം മിക്സായിട്ട് ഒന്നിച്ചാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെന്താണ്, ഓക്കെ, നമുക്ക് ആദ്യം ബീഫ് ഇതാ ക്യാമറ ഇണക്കി കഴിഞ്ഞാൽ ഓക്കെ. അപ്പം നമുക്ക് ബീഫ് ആദ്യം കുക്കറിലേക്ക് ഇടാം കേട്ടോ. അപ്പം അങ്ങനെ ബീഫ് ഇട്ടു. ഇത് ആയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. അതായത് തിക്കാക്കാന്ന് വിചാരിക്കുന്നത്, വെള്ളം പോലെ അല്ലാണ്ട്. അപ്പോൾ ഗൈസ്, ഇടയ്ക്ക് എൻ്റെ വീഡിയോ സ്റ്റോറേജ് ഫുള്ളായി പോയി, കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കാൻ പോയതാണ്. നെക്സ്റ്റ് നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എന്തെന്ന് ഉള്ളി, തക്കാളി, പച്ചമുളക് കീറിയത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിട്ട് അതിന് ശേഷം നമുക്ക് പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മ ഇപ്പം എന്താണ് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ചതുക്കുന്നതൊക്കെ മതിയാക്കി നമ്മളും ഇതിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിൽ പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് പച്ചമുളക് കീറിയിടുന്നത്, അല്ലെങ്കിൽ പച്ചമുളക് കീറിയിടുന്നില്ല, നമ്മൾ ഒന്നിച്ച് ചതുക്കുന്നതല്ലേ. അപ്പം അതില്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് കീറിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ആവശ്യത്തിന് ചേർക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പയ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ബീഫിൻ്റെ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗരം മസാല തീർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബീഫിൻ്റെ പൊടിയാണ് ഇപ്പോൾ കൊടുത്തത്, ബീഫ് മസാല പൗഡർ. ഓക്കെ, പിന്നെന്ന് പറയുന്നത് പുളിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഇത്തിരി പുളി ചേർക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് മുളകും കൊത്തമ്പാരി മീൻസ് മല്ലിപ്പൊടി കേട്ടോ. 1 2 3 4. അപ്പം നമ്മൾ എത്ര സ്പൂണ് മുളക് പൊടി ഇടുന്നത് അതിൻ്റെ 1 സ്പൂൺ അധികം കൊത്തമ്പാരി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി. 1 2 3 4 5. മനസ്സിലായോ? കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ബീഫിൽ നിന്ന് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം വരുമെന്നറിയാം. എന്നാലും എൻ്റെ സമാധാനത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല പോലെ കൈയോടെ ഇങ്ങനെ മിക്സ് ചെയ്യാം. കൈയോടെ അല്ലെങ്കിൽ ഏതെങ്കിലും കയ്യിൽ വെച്ചിട്ടായാലും മതി കേട്ടോ. കൈയോടെ ആക്കുമ്പോൾ കൈ പുകച്ചിലെടുക്കും. എനിക്ക് പ്രത്യേകിച്ച് പുകച്ചിലെടുക്കും. കാരണം ഞാൻ മുളക് അങ്ങനെ പരക്കുന്ന ആളല്ല. ചില സമയത്ത് കോഴിയൊക്കെ പരക്കുന്നല്ലാണ്ട്
മുളകൊക്കെ അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പരക്കുന്ന സമയത്ത് കൈ നല്ല പൊച്ചലാണ് കേട്ടോ. അപ്പം ഇപ്പം ഏതായാലും പരത്തിയേക്കാം. ഓക്കെ, കുറച്ചും കൂടി വെള്ളമൊക്കെ, കാരണം നമ്മൾ ഏതായാലും ഇത് വരട്ടുന്നതല്ലേ, അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല. ഓമാ അവള് ഉറക്ക് പോയിപ്പിച്ചോലും. ഓക്കെ ഗൈസ്, അപ്പം ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടാ കഴിഞ്ഞാ. അപ്പൊ ഇത് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം, ഇത് കുക്കായതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ കാച്ചിയിട്ട് അതിലേക്ക് നമ്മളിത് ഇടും. എന്നിട്ട് നമുക്കത് നല്ലോണം കുറുക്കിയിട്ട് വരട്ടിയ മാതിരി ആക്കിയെടുക്കാം. ഞാൻ എപ്പോഴും വരട്ടിയ മാതിരി ആക്കണമെന്ന് വിചാരിക്കും, പക്ഷെ വരട്ടാൻ പറ്റാറില്ല. ഇവിടെ കൂട്ടുമ്പോൾ ഉമ്മറിയും കുറച്ച് ഗ്രേവി വേണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ എനിക്ക് വരട്ടാനായിട്ടില്ല. അപ്പം ഇന്നും വരട്ടണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം നമുക്ക് കുക്കർ മൂടിയിട്ട് വെക്കാം. വിസ്മയും കൂട്ടാം. എന്നിട്ട് ഒരു വിസ്മയും കൂട്ടി പിന്നെ വെക്കാം. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ടുവന്ന സാധനമൊക്കെ തിരിച്ച് വെക്കാം. എന്നിട്ട് ഇതായതിനു ശേഷം എനിക്ക് കാണാം കേട്ടോ, നമുക്ക് കാച്ചുന്ന ടൈമിൽ ഇനി വരാം. ഓക്കെ, ടാറ്റാ. അങ്ങനെ നമ്മൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതാ വേറൊരു പാത്രം തീമ വെച്ചിട്ടുണ്ട്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മളിതാ വെന്ത് കഴിഞ്ഞ കറി കാച്ചിയ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ പണി ഇളക്കി കുറുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കുക്കറിൽ കുറച്ച് മസാല ഇങ്ങനെ അടിക്കുന്നുണ്ടായിന്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഇതാക്കുന്നുണ്ട്, ജ്യൂസ് അടിച്ചാലൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ കറി കുറുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പം ഈ പറയുന്ന വോയിസ് വരെ ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വീഡിയോ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാറില്ല, ചുരുക്കം ചിലർ മാത്രമേ കാണാറുള്ളൂ. അപ്പം കുറേ പുതിയ ആൾക്കാരുണ്ട് നമ്മൾ സബ്സ്ക്രൈബറായിട്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് പിന്നെ എന്താ പറയുക ടൈം ലാപ്സിൽ ഇട്ടതാണ് കേട്ടോ. കുറേ ടൈം ഇളക്കുന്നത് മറ്റേ ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവുമല്ലോ, അതുകൊണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഏകദേശം വരട്ട് വന്നിട്ടുണ്ട് നമ്മൾ. ഇപ്പം ഇതിലേക്ക് ലേശം പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വന്നിട്ട് അവിടെ തറിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ഇപ്പൊ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്, തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ നെയ്പ്പത്തിലും ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീഫ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞു പാത്രത്തിൽ എനിക്ക് ഷെൻസൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഉമ്മ നെയ്പ്പത്തിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷെൻസൂ പോയി കഴിക്കാതെ വിചാരിച്ചില്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്ന ടൈമിൽ എത്ര ടൈമെന്ന് വെച്ചാൽ 11:59 വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഉറക്കമുണ്ട്. അപ്പം ഇത് ചെയ്ത് വെച്ചാൽ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം വേണം എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പോൾ അത് നെയ്പ്പത്തിലൊക്കെ ഞാൻ തിന്നാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ നമ്മളെ നെയ്പ്പത്തിലും ബീഫും കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ചെഞ്ചാക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മളതാ ബീഫ് ഇങ്ങനെ നുള്ളിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി ഇങ്ങനെ എടുക്കാം.
സൂപ്പർ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എഴുതുന്നത്. ടാറ്റ ബൈ.